റാജാക്ക അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഫസല് പറയാ. പിന്നെ എന്താ ഇപ്പൊ ഇന്നലെ എഡ്രിക്കോട് നടന്നപ്പാര് നിങ്ങൾ കണ്ട വാർത്ത എന്തെങ്കിലും കടന്നോ? വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ. എന്താ പേര് പറയാ നമ്മള്, കാരണം നമ്മള് വാനാണ് ഡ്രൈവറ്. ആര് ആ വാന അവിടെ തൃശ്ശൂർ കോഴിക്കോട് ഡ്രൈവർ അല്ല ഓനാക്കേണ്ടി. വാന ഇന്ത്യ പാകിസ്ഥാൻ വാഗാതിർത്തി ഉണ്ടല്ലോ, അതിലെ ഡ്രൈവർ ആക്കണം. കാരണം ഇവൻക്ക് ലൈസൻസ് കൊടുക്കണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കണം. എത്ര ആ കൊട്ടവണ്ടി എത്ര ക്യാപ്പിലാ നിർത്തുന്നുണ്ട്. ഒരു വണ്ടി ഓവർടേക്ക് വാൻക എത്ര ലെഫ്റ്റ് സൈഡ് കൂടി ഓവർടേക്ക് കയറി പോവാ, നേരെ വന്ന് ഇടിച്ചാണ്. ഒരു ബ്രേക്കും കൂടി ആ ഇതിന് വെക്കണില്ല. ഇവർക്ക് ലൈസൻസ് കൊടുക്കണം, ഉദ്യോഗസ്ഥന്മാർക്ക് കൊലക്കുറ്റ കേസ് കൊടുക്കണം. അതാണ് വണ്ടി. അത്ര എല്ലാ ബസ്സുകാരും നമ്മള് പറഞ്ഞില്ല. ഒരു മനസ്സ് ജീവന് പുല്ല് വില കൊടുക്കേണ്ട ഡ്രൈവർമാരാണ് പേര്. അല്ല എന്തിനാ ഈ മാത്രം പോയാൽ മതിയാ? അല്ലെങ്കിൽ ബസ്സുകാരുടെ കഥ എന്റെ കഥ പറയാത്തല്ലത്. ശരിക്കും നമ്മളെ ഒരു പുതിയ ഗവൺമെന്റ് കേരളത്തിൽ വരികയാണ്. ഇവർക്കെതിരെ എന്താ ഈ ബസ്സിന്റെ അമിത ഇതിനെതിരെ ശക്തമായ നടപടികളാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ കോഴിക്കോട് ബസ് വളരെ മരങ്ങൾ. രണ്ട് മനസ്സ് ഒരു കുടുംബത്തിൽ ഓരോ അച്ഛനും ആ കുട്ടികൾക്കും സ്വന്തം അച്ഛനും അമ്മയും നഷ്ടപ്പെടുന്നുണ്ട്. ആരോടതിന് മറുപടി പറയും? എന്തായാലും വെച്ച് നോക്കാം. വീഡിയോ കണ്ടുപിടിച്ച് എത്ര ക്യാപ്പിലാണ് ആ ഓട്ടോറിക്ഷ നിൽക്കുന്നത്. എന്നിട്ട് വന്ന ഇടിച്ചാണ്. പൂച്ചക്കുട്ടികളെ കൊല്ലുണ്ടായിട്ട്. അല്ലാത്തൊരു കഷ്ടം. ഏറ്റവും ഇവർക്ക് ലൈസൻസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള കേസ്